ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി മെഡിക്കോസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലോ ഹാൻഡിനെ പറ്റിയാണ്. ആക്ച്വലി ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നമുക്ക് അൾനാർ നെർവിൻ്റെയും അതേപോലെ മീഡിയൻ നെർവിൻ്റെയും വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ക്ലോ ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ അൾനാർ നെർവിൻ്റെ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ അവിടെ സംഭവിക്കുന്ന ലീഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ക്ലിനിക്കൽ ഡിഫോമിറ്റിയാണ്. അപ്പം നമുക്ക് അൾനാർ നെർവിൻ്റെ പറ്റിയും അതിന് അൾനാർ നെർവ് എങ്ങോട്ടൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് എന്നും അറിയുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഈസി ആവും പഠിക്കാൻ. നമുക്ക് ക്ലോ ഹാൻഡിൻ്റെ ഒരു പിക്ചർ നോക്കാം. ആദ്യം ഇങ്ങനെയാണ് ക്ലോ ഹാൻഡ് ഇരിക്കുക. ഇതുപോലെ നമ്മുടെ റിംഗ് ഫിംഗറും അതേപോലെ ലിറ്റിൽ ഫിംഗറും ഇങ്ങനെ ഫ്ലെക്സ്ഡ് ആയിട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കി കാണാം. നമുക്ക് ആദ്യം അൾനാർ നെർവിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ പോയിട്ട് അതിനുശേഷം ക്ലോ ഹാൻഡിലോട്ട് തിരിച്ചു വരാം. അൾനാർ നെർവ് ആക്ച്വലി ഏറ്റവും കോമൺ ആയിട്ട് ഇഞ്ചുറി സംഭവിക്കുന്നത് എൽബോയിലാണ്. പക്ഷേ അൾനാർ നെർവിന് റിസ്റ്റ് ജോയിൻറ്റിൻ്റെ അവിടെ ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് ഈ അൾനാർ ക്ലോ ഹാൻഡ് ഡിഫോമിറ്റി ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് അൾനാർ നെർവ് ഇന്നോവേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ മസിൽസിനെയാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് മീഡിയൽ പാർട്ട് ഓഫ് ഫ്ലെക്സർ ടിറ്റോറം പ്രൊഫൻഡസും അതേപോലെ മീഡിയൽ 2 ലംബ്രിക്കൽസ്. നമുക്ക് ഈ ഫിഗറിൽ കാണാം 4 ലംബ്രിക്കൽസിൽ ഈ മീഡിയൽ 2 ലംബ്രിക്കൽസ് കൊടുക്കുന്നത് അൾനാർ നെർവാണ്. അതേപോലെ എല്ലാ ഇൻട്രോഷ്യൽ മസിൽസിനെയും സപ്ലൈ ചെയ്യുന്നത് അൾനാർ നെർവാണ്. പിന്നെ അതിൻ്റെ ക്യൂട്ടേനിയസ് ഇന്നർവേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് സപ്ലൈസ് ടു ദ മീഡിയൽ 1/3 ഓഫ് ദ ഹാൻഡ്. കൈയുടെ മീഡിയൽ 1/3നും അതേപോലെ ലിറ്റിൽ ഫിംഗറിനും പിന്നെ റിംഗ് ഫിംഗറിൻ്റെ മീഡിയൽ ഹാഫിനും അൾനാർ നെർവ് സപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ഈ ക്ലോ ഹാൻഡിലോട്ട് തിരിച്ചു വരാം. ക്ലോ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ അറ്റ് ദ മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻറ്റ് ആൻഡ് ഫ്ലെക്ഷൻ അറ്റ് ദ ഇൻ്റർഫലാൻജിയൽ ജോയിൻറ്റ് ഇൻവോൾവിങ് ദ റിംഗ് ആൻഡ് ലിറ്റിൽ ഫിംഗേഴ്സ്. ഹൈപ്പർ എക്സ്റ്റൻഷൻ അറ്റ് ദ കാർപ്പോഫലാൻജിയൽ ജോയിൻസ്. എന്താണ് മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻസ്? നമുക്ക് ഈ ഫിഗർ നോക്കി കാണാം. നമ്മുടെ പാമും അതേപോലെ ഫിംഗേഴ്സും തമ്മിലുള്ള ഈ റെഡ് മാർക്കിംഗ് ഉണ്ടോ, അതാണ് മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻസ് എന്ന് പറയുന്നത്. ആ ജോയിൻസിൻ്റെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഈ ഫിഗറിൽ കൊടുത്തേക്കുന്ന പോലെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻസ്. അതേപോലെ ഇൻ്റർഫലാൻജിയൽ ജോയിൻസ്, നമ്മുടെ ഈ ഫിംഗേഴ്സിൻ്റെ ബോൺസ് തമ്മിലുള്ള ജോയിൻസിനെയാണ് ഇൻ്റർഫലാൻജിയൽ ജോയിൻസ് എന്ന് പറയുന്നത്. ഇതാണ് മെറ്റാകാർപ്പൽ ബോൺസ്. ഇത് കാർപ്പൽ ബോണ്, ഇത് മെറ്റാകാർപ്പൽ ബോണ്, ഇത് ഫലാഞ്ചസ്. അപ്പം ഫലാഞ്ചസിൻ്റെ ഇടയ്ക്കുള്ള ഈ പറയുന്ന ജോയിൻസിനെയാണ് ഇൻ്റർഫലാൻജിയൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. അതിലേറ്റവും അങ്ങേയറ്റത്തുള്ളത്, അതായത് ഈ ജോയിൻസിനെയാണ് ഡിസ്റ്റൽ ഇൻ്റർഫലാൻജിയൽ ജോയിൻസ് എന്നും അതിൻ്റെ അടുത്തുള്ളതിനെ പ്രോക്സിമൽ ഇൻ്റർഫലാൻജിയൽ ജോയിൻസ് എന്നും പറയും. അപ്പം നമ്മൾ കണ്ടു മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻസിൻ്റെ ഹൈപ്പർ എക്സ്റ്റൻഷനും അതേപോലെ ഫലാഞ്ചസിൻ്റെ ഫ്ലെക്ഷനും, മീഡിയൽ 2 ഫിംഗേഴ്സിലെ ഫലാഞ്ചസിൻ്റെ ഫ്ലെക്ഷനും, അതാണ് ഈ പറഞ്ഞ ക്ലോ ഹാൻഡിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടെ അത് വായിച്ചു നോക്കാം. ഇനി മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് അൾനാർ ക്ലോ ഹാൻഡ് ഈസ് ഹൈപ്പർ എക്സ്റ്റൻഷൻ അറ്റ് ദ മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻസ് ആൻഡ് ഫ്ലെക്ഷൻ അറ്റ് ദ ഇൻ്റർഫലാൻജിയൽ ജോയിൻസ് ഇൻവോൾവിങ് ദ റിംഗ് ആൻഡ് ലിറ്റിൽ ഫിംഗേഴ്സ്. നമ്മളിപ്പോൾ പഠിക്കുന്ന അൾനാർ ക്ലോ ഹാൻഡാണ്. അപ്പോൾ അതിൽ റിംഗ് ഫിംഗറും ലിറ്റിൽ ഫിംഗേഴ്സും മാത്രമേ എഫക്റ്റ് ആവുന്നതുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഈ ഫ്ലെക്ഷനും ഹൈപ്പർ എക്സ്റ്റൻഷനും കാരണം എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു അൾനാർ നെർവ് സപ്ലൈ ചെയ്യുന്നത് ലംബ്രിക്കൽസ് ആണെന്ന്. അപ്പം അതേപോലെ ഇൻട്രോഷ്യൽ മസിൽസുമാണ് മെയിനായിട്ടെന്ന്. ഹാൻഡിൽ മെയിനായിട്ട് അൾനാർ നെർവ് സപ്ലൈ ചെയ്യുന്നത് ലംബ്രിക്കൽസും ഇൻട്രോഷ്യൽ മസിൽസും ആണെന്ന്. ഈ ലംബ്രിക്കൽസിന് പാരലൈസ് സംഭവിച്ചാലാണ് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻസ് ഉണ്ടാകുന്നത്. അതേപോലെ ഇൻട്രോഷ്യൽ മസിലിന് പാരലൈസിസ് സംഭവിച്ചാൽ ഫ്ലെക്ഷൻ ഓഫ് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ ഇൻ്റർഫലാൻജിയൽ ജോയിൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മോട്ടോർ ഇന്നോവേഷനിൽ പഠിച്ചു. നമുക്കിപ്പം ക്ലോ ഹാൻഡ് എന്ന് പറയുന്നത് അൾനാർ നെർവിൻ്റെ ഒരു ഇഞ്ചുറി, റിസ്റ്റ് ജോയിൻറ്റിൽ മേജറായിട്ട് റിസ്റ്റ് ജോയിൻറ്റിൻ്റെ അവിടെ അൾനാർ നെർവിന് ഇഞ്ചുറി വരുമ്പം സംഭവിക്കുന്ന ഒരു ഡിഫോമിറ്റിയാണ്. അപ്പോൾ അൾനാർ നെർവിന് ഇഞ്ചുറി വന്നാൽ അതിൻ്റെ ആ ഡിഫോമിറ്റിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അൾനാർ നെർവ് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക,
പാരാലിസിസ് ഉണ്ടാവുക, അങ്ങനത്തെ മസിൽസ് അൾനാർ നെർവ് സപ്ലൈ ചെയ്യുന്ന മസിൽസിന് പാരാലിസിസ് ഉണ്ടാവുക, അൾനാർ നെർവ് കൊടുക്കുന്ന സെൻസറി ഇന്നോവേഷനുള്ള സ്ഥലത്തൊക്കെ സെൻസറി ലോസ് ഉണ്ടാവുക. അത് തന്നെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ അൾനാർ നെർവിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ ക്ലോ ഹാൻഡ് അൾനാർ ക്ലോ ഹാൻഡ് ഇതിൻ്റെ ഡിഫോമിറ്റി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സിംറ്റംസ് എഴുതാൻ എളുപ്പമാകും. അപ്പോൾ നമ്മൾ ഹൗ ഡസ് ദിസ് ഒക്കോ, എങ്ങനെയാണ് ഇതുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് ഇതിൻ്റെ വേറൊരു മാനിഫെസ്റ്റേഷനാണ് സെൻസറി ലോസ്. അതായത് നമ്മൾ പറഞ്ഞു അൾനാർ നെർവ് സപ്ലൈ ചെയ്യുന്നത് മീഡിയൽ 1/3 ഓഫ് ദ പാമും അതേപോലെ മീഡിയൽ 1.5 ഫിംഗേഴ്സ് ഇൻക്ലൂഡിങ് ദെയർ നെയിൽ ബഡ്സ്. മീഡിയൽ 1.5 ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഫിംഗറും അതേപോലെ റിംഗ് ഫിംഗറിൻ്റെ ഹാഫും അതിനുമാണ് അൾനാർ നെർവ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗത്തും അതേപോലെ മീഡിയൽ പാർട്ട് ഓഫ് ദ പാമിനും എന്ത് സംഭവിക്കും? സെൻസറി ലോസ് സംഭവിക്കും. പിന്നെ മീഡിയൽ ഹാഫ് ഓഫ് ഡോർസം ഓഫ് ദ ഹാൻഡ്, ഡോർസം ഓഫ് ദ ഹാൻഡിൻ്റെ കൈയുടെ പുറത്തെ ഭാഗത്തും മീഡിയൽ ഹാഫിൽ സെൻസറി ലോസ് സംഭവിക്കും. അടുത്തത് വാസോമോട്ടർ ചേഞ്ചസ്. അതായത് നമുക്ക് ഈ സെൻസറി ലോസ് സംഭവിച്ച സ്കിൻ ഏരിയയിൽ കുറച്ചുകൂടെ വാർമർ ആയിരിക്കും, അതായത് കുറച്ചുകൂടി ചൂട് അനുഭവപ്പെടും. കാരണം അവിടെ ആർട്ടീരിയൽ ഡൈലേഷൻ സംഭവിക്കുന്ന കാരണം കുറച്ചുകൂടെ വാർമറായിട്ട് നമുക്ക് അനുഭവപ്പെടും. മാത്രമല്ല അത് ഡ്രയർ ആയിരിക്കും, കാരണം ഒരു എന്താ പറയുക സ്വെറ്റിങ് കുറവായിരിക്കും. ഈ സിമ്പത്തറ്റിക് സപ്ലൈക്ക് ലോസ് സംഭവിച്ചത് കാരണം സ്വെറ്റിങ് കാര്യമായിട്ട് ഉണ്ടാവില്ല ആ ഏരിയയിൽ. അപ്പം കുറച്ചുകൂടെ ഡ്രൈ ആൻഡ് വാം ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ക്ലോ ഹാൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഷോർട്ട് നോട്ടായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇത് ഒരു ക്ലിനിക്കൽ ചാർട്ടിനകത്തൊക്കെ ആയിട്ടാണ് ചോദിക്കാറ്. ഷോർട്ട് നോട്ടായിട്ട് 5 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വാസോമോട്ടർ ചേഞ്ചസും സെൻസറി ലോസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. അല്ലെങ്കിൽ നമുക്ക് ചാർട്ട്സിനകത്താണെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ ഏത് നെർവ്സിന് ഇഞ്ചുറി വരുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കി വെച്ചാൽ മതിയാവും. ഇനി ഒരു ടൈപ്പ് കൂടി ക്ലോ ഹാൻഡ് ഉണ്ട്. ക്ലോ ഹാൻഡ് ഇപ്പം നമ്മൾ കണ്ടത് അൾനാർ ക്ലോ ഹാൻഡ്. ഇനി കാണാൻ പോകുന്നത് കംപ്ലീറ്റ് ക്ലോ ഹാൻഡ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫിഗറിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ 5 ഫിംഗേഴ്സും ഇങ്ങനെ മടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം കമ്പൈൻഡ് ലെഷൻ ഓഫ് ബോത്ത് മീഡിയൻ ആൻഡ് അൾനാർ നെർവ്. നമ്മൾ പറഞ്ഞു അൾനാർ നെർവ് മീഡിയൻ സൈഡിലത്തെ 2 ഫിംഗേഴ്സിനൊക്കെ ആ സൈഡിലാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ സപ്ലൈ ചെയ്യുന്ന മീഡിയൻ നെർവിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാൽ, അതായത് രണ്ടിനും കൂടെ ഒരുമിച്ച് ഇഞ്ചുറി സംഭവിച്ചാൽ കംപ്ലീറ്റ് ക്ലോ ഹാൻഡ് ഉണ്ടാവും. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻസും ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് റിസ്റ്റും, പിന്നെ ഫ്ലെക്ഷൻ ഓഫ് ഇന്റർഫലാൻജിയൽ ജോയിൻസ്. അപ്പം ഇതാണ് നമ്മുടെ ക്ലോ ഹാൻഡിനെ പറ്റിയുള്ളത്. ഇനി ഞാൻ ഒരു ചാർട്ട്സ് പണ്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ചാർട്ട്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും നമുക്ക് ക്ലിനിക്കൽ ചാർട്ട്സ് കിട്ടുക പ്രാക്ടിക്കൽ എക്സാമിന്. അതിൽ ഒരു 5 സബ് ക്വസ്റ്റ്യൻ പോലെ. അപ്പം ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നെയിം ദ ഡിഫോമിറ്റി ഷോൺ ഇൻ ദ പിക്ചർ. നമ്മൾ ഈ 5 സബ് ക്വസ്റ്റ്യൻസ് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഇതിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിനെ ഏത് ഡിഫോമിറ്റി ആണെന്ന്. പെട്ടെന്ന് നമുക്ക് ആ ടെൻഷനിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബാക്കി താഴോട്ട് സബ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വായിച്ച് പോകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം നെയിം ദ ഡിഫോമിറ്റി ഷോൺ ഇൻ ദ പിക്ചർ, കംപ്ലീറ്റ് ക്ലോ ഹാൻഡാണ് കാണിച്ചേക്കുന്നത്. വാട്ട് ഈസ് ക്ലോ ഹാൻഡ് നമ്മൾ പറഞ്ഞു, ഹൈപ്പർ എക്സ്റ്റൻഷൻ മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിൻറ്റും ഫ്ലെക്ഷൻ അറ്റ് ഇന്റർഫലാൻജിയൽ ജോയിൻസ് ഡ്യൂ ടു ദ ലേഷൻ ഓഫ് അൾനാർ നെർവ്. ഇവിടെ ആക്ച്വലി അത് അത്രയും പറഞ്ഞാൽ മതിയാവും, കാരണം നമുക്ക് അത്രയും എഴുതാനുള്ള സമയം കിട്ടത്തുള്ളൂ. അടുത്തത് നെയിം 2 ടൈപ്പ് ഓഫ് ക്ലോ ഹാൻഡ്, കംപ്ലീറ്റും അൾനാർ ക്ലോ ഹാൻഡും ഇൻകംപ്ലീറ്റും. അടുത്തത് നെയിം ദ മസിൽസ് എഫക്റ്റഡ്, ലംബ്രിക്കൽസ് 3rd and 4th ലംബ്രിക്കൽസും ഇൻട്രോഷ്യൽ മസിൽസും. നെയിം ദ നെർവ്സ് എഫക്റ്റഡ് ഇൻ ദ ക്ലോ ഹാൻഡ്. നെർവ്സ് എഫക്റ്റഡ് എന്നല്ല, ഇപ്പോൾ കംപ്ലീറ്റ് ക്ലോ ഹാൻഡ് അതിൽ മീഡിയൻ നെർവും അൾനാർ നെർവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലോ ഹാൻഡിനെ പറ്റിയുള്ളത്. ഇതൊരു ക്ലിനിക്കൽ ക്വസ്റ്റ്യനാണ്, വളരെ കുഞ്ഞൊരു ഷോർട്ട് നോട്ട് പോലെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അൾനാർ നെർവും മീഡിയൻ നെർവും പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് പഠിക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ നമുക്ക് തന്നെ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.